നമ്മുടെ കർത്താവായ ദൈവത്തെ പാടി സ്തുതിച്ച് ആരാധിക്കുന്ന കീർത്തനോട് ചേർന്ന് ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്ന സ്വർഗീയ സംഗീതം എന്ന മഹനീയ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 10-ാം വാക്യം വചനപ്രകാരം നമ്മോട് പറയുന്നു: നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. ദൈവത്തിൻ്റെ വചനം പറയുക, നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. കാരണം ഇത്രത്തോളം അനുഗ്രഹിച്ച ദൈവത്തെ ആ അനുഗ്രഹത്തിൻ്റെ ഒരു 100-1 മാത്രമേ നമ്മൾ സ്നേഹിക്കുന്നുള്ളൂ. നമ്മൾ ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടി, സ്നേഹിക്കാൻ വേണ്ടി ഇപ്പോൾ ജീവനോടെ ആയിരിക്കണമെങ്കിൽ ഈ സമയത്തും ദൈവം നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ആത്മീയ പിതാക്കന്മാരും ദൈവവചന ഗ്രന്ഥകർത്താക്കളൊക്കെ പറയുക, ഈ ദൈവത്തിൻ്റെ സ്നേഹത്തിന് നന്ദി പറഞ്ഞ് തീരുക എന്ന് പറയുന്നത് നമ്മെ കൊണ്ട് സാധ്യമല്ല. അപ്പം നമ്മൾ ദൈവത്തെ സ്നേഹിച്ചു എന്ന് പറയുന്നതല്ല, മറിച്ച് യഥാർത്ഥ സ്നേഹം എന്താണ്? നമ്മൾ പാപികളായിരുന്നിട്ടും, നമ്മൾ അർഹതയില്ലാത്തവരായിരുന്നിട്ടും നമുക്ക് വേണ്ടി സ്വന്തം പുത്രനെ, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ വേണ്ടി സ്വന്തം പുത്രനെ ദൈവം അയച്ചു എന്നതിലാണ് സ്നേഹം. ആ ദൈവത്തിന്റെ സ്നേഹത്തിൽ നന്ദി പറഞ്ഞ് ആനന്ദിച്ചുകൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ആ ദൈവത്തിന്റെ പുത്രനായ ഈശോ ഈ ലോകത്തിലേക്ക് എന്തിനു വേണ്ടി വന്നു? ഇതറിയുന്നത് നമുക്ക് ആശ്വാസം പകർന്നു നൽകും. എന്തിനു വേണ്ടി ഈശോ വന്നത്? വചനം പറയുക, വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം: ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. നീതിമാന്മാരെയല്ല, പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നത്. ഈശോ പറയുവാണ്, ഈശോ തന്നെ സ്വയം പറയുവാണ്, ഞാൻ എന്തിനു വേണ്ടിയാ വന്നേ. ഈശോ പറയാണ്, ആരോഗ്യമുള്ളവർക്ക് ഡോക്ടറെ കൊണ്ട്, വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. അപ്പം അങ്ങനെയെങ്കിൽ അതുപോലെ മനസ്സിൻ്റെ രോഗമുള്ളവർ, ശരീരത്തിൻ്റെ രോഗമുള്ളവർ, ആത്മാവിൻ്റെ രോഗമുള്ളവർ ആണല്ലോ പാപം, അവരെ തേടിയാണ് ഞാൻ വന്നിരിക്കുക എന്ന് സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞ എന്താണ്? ഈശോയുടെ വരവിലൂടെ, ഈശോയുടെ മനുഷ്യാവതാരത്തിലൂടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം നമ്മോട് പറയുക, നമ്മൾ പാപത്തിൽ വീണുപോയാലും നമ്മെ തേടി വരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നാം ദൈവത്തെ ഉപേക്ഷിച്ചു പോയാലും തിരികെ ദൈവസ്നേഹത്തിലേക്ക് വിളിക്കാൻ വേണ്ടി നമ്മെ തേടി വരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. കാരണം നമ്മെ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മെ വേണം. നമ്മെ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മെ സ്വന്തമാക്കണം. അങ്ങനെയെങ്കിൽ ആ ഒരു ദൈവത്തിൻ്റെ ഹിതത്തെ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്ന ഒരു ഗാനത്തോട് ചേർന്ന് നമ്മൾ പാടി പ്രാർത്ഥിക്കുക. ഇത് കർത്താവിൻ്റെ ഹിതമാണ്. ഈ ഗാനത്തിൻ്റെ വരികളിലൂടെ നമ്മോട് പറയുക. ഇത് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ഇപ്രകാരമാണ് ഗാനത്തിൻ്റെ വരികൾ: എനിക്കു വേണം നിന്നെ, നീ രോഗിയാണെന്നാലും, എനിക്കു വേണം നിന്നെ, നീ പാപിയാണെന്നാലും, പാപമുണ്ടെങ്കിലും രോഗമുണ്ടെങ്കിലും നീ എനിക്ക് സ്വന്തമാണ്, വിലപ്പെട്ടവനാണ്. ദൈവം നമ്മോട് പറയുക. ഞാനത്തോട് ചേർന്ന് പോയി എനിക്കു വേണം നിന്നെ, നീ രോഗിയാണെന്നാലും, എനിക്കു വേണം നിന്നെ, നീ പാപിയാണെന്നാലും, എനിക്കു വേണം നിന്നെ, നീ രോഗിയാണെന്നാലും, എനിക്കു വേണം നിന്നെ, നീ പാപിയാണെന്നാലും. ആവർത്തിച്ചു പാടി. എനിക്കു വേണം നിന്നെ, നീ രോഗിയാണെന്നാലും, എനിക്കു വേണം നിന്നെ, നീ പാപിയാണെന്നാലും, എനിക്കു വേണം നിന്നെ, നീ രോഗിയാണെന്നാലും,
ലോകം നിന്നെ വെറുത്താലും ക്ലേശം നിന്നെ മതിച്ചാലും എനിക്കു വേണം നിന്നെ, എനിക്കു വേണം നിന്നെ. സ്നേഹിക്കുന്ന കർത്താവ് പറയാ, വെറുത്താലും ക്ലേശം നിന്നെ മതിച്ചാലും എനിക്കു വേണം നിന്നെ, എനിക്കു വേണം നിന്നെ. നമ്മള് സ്വന്തം ലോകം നിന്നെ വെറുത്താലും ക്ലേശം നിന്നെ മതിച്ചാലും എനിക്കു വേണം നിന്നെ, എനിക്കു വേണം നിന്നെ. ലോകം നിന്നെ വെറുത്താലും ക്ലേശം നിന്നെ മതിച്ചാലും എനിക്കു വേണം നിന്നെ, എനിക്കു ദൈവമായ കർത്താവേ, എനിക്കു വേണം നിന്നെ, നീ രോഗിയാണെന്നാലും ചെന്ന് പാടിക്കേ. എനിക്കു വേണം നിന്നെ, നീ കർത്താവിന്റെ പാപിയാണെന്നാലും സ്വരം ഒന്ന് സ്വീകരിച്ചേ. എനിക്കു വേണം നിന്നെ, നീ ദൈവം രോഗിയാണെന്നാലും നിന്നോട് പറയുക, എനിക്കു വേണം നിന്നെ, നീ കർത്താവിന് പാപിയാണെന്നാലും ബലപ്പെട്ടവനാണ്, ബലപ്പെട്ടവളാണ് നീ. നിന്നെ വെറുത്താലും ക്ലേശം നിന്നെ മതിച്ചാലും എനിക്കു വേണം നിന്നെ, എനിക്കു വേണം നിന്നെ. ലോകം നിന്നെ വെറുത്താലും ക്ലേശം നിന്നെ മതിച്ചാലും എനിക്കു വേണം നിന്നെ, എനിക്കു വേണം നിന്നെ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ മനുഷ്യന്റെ സൃഷ്ടിയെക്കുറിച്ച് ദൈവത്തിന്റെ വചനപ്രകാരം പറയുവാണ്. ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. നോക്കിക്കേ, ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തി തരുവാണ്. മനുഷ്യരായ നമ്മൾ ദൈവത്തിന്റെ ഛായയിലും ദൈവത്തിന്റെ സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ്. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. വചനം തുടരുന്നു. അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവുകളുടെയും നാൽക്കാലികളുടെയും ഭൂമി മുഴുവന്റെയും ഭൂമി എഴുതുന്ന സർവ്വജീവകളുടെയും മേൽ ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. അപ്പൊ നോക്കിക്കേ, മനുഷ്യ ദൈവം സൃഷ്ടിച്ച എന്തിനു വേണ്ടിയാ? ഈ ഭൂമിയുടെയും ഈ പ്രപഞ്ചത്തിന്റെയും മേൽ ആധിപത്യത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ദൈവം സൃഷ്ടിച്ചത് അവിടുത്തെ നമ്മോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. സന്തോഷത്തോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. 27-ാമത്തെ വാക്യം, അങ്ങനെ ദൈവം തന്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ സൃഷ്ടികളുടെ മകുടമായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. സൃഷ്ടികർമ്മം പൂർത്തിയാക്കിയിട്ട് ഇതാ അവസാനത്തെ വാക്യം, 31-ാമത്തെ വാക്യം ആദ്യ അധ്യായത്തിലെ വചനം പറയുകയാണ്, താൻ സൃഷ്ടിച്ചതെല്ലാം വളരെ നന്നായിരിക്കുന്നുവെന്ന് ദൈവം കണ്ടു. അങ്ങനെയെങ്കിൽ മറ്റെല്ലാ സൃഷ്ടികളുടെ മകുടമായിട്ട് മനുഷ്യൻ സൃഷ്ടിച്ചിട്ട് ഈ എല്ലാ സൃഷ്ടിയെയും, പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സൃഷ്ടി തന്റെ ഛായയിലും സാദൃശ്യത്തിലും താൻ സൃഷ്ടിച്ച മനുഷ്യരെയും നോക്കിയിട്ട് ദൈവത്തിന്റെ വചനം പറയാ, എല്ലാം നന്നായിരിക്കുന്നുവെന്ന് ദൈവം കണ്ടു. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ മനുഷ്യരായ നമ്മെ ഓരോരുത്തരെയും നോക്കിയിട്ട് ദൈവത്തിന്റെ വചനം പറയുകയാണ്, നമ്മെ മെനഞ്ഞെടുത്തത് നമ്മുടെ കർത്താവ് എന്ന് മാത്രമല്ല, നമ്മെ രൂപപ്പെടുത്തിയ മെനഞ്ഞെടുത്ത നമ്മെ നോക്കിയിട്ട് കർത്താവ് അഭിമാനിക്കുക, സന്തോഷിക്കുക. കനത്തിന്റെ വരികോട് ചേർന്ന് ഈ ദൈവത്തിന്റെ സന്തോഷം നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശയും ആനന്ദവും സന്തോഷം നൽകാൻ കാരണമാകട്ടെ. മെനഞ്ഞെടുത്തു നിന്നെ ഞാനതിലാനന്ദിച്ചൻ, സ്നേഹം പകർന്നു കൊണ്ടു പറഞ്ഞു. മെനഞ്ഞെടുത്തു നിന്നെ ഞാനതിൽ ആനന്ദിച്ചിൻ, സ്നേഹം പകർന്നുകൊണ്ടു പറഞ്ഞു. കർത്താവ് സ്നേഹമുള്ള ദൈവം. മെനഞ്ഞെടുത്തു നിന്നെ ഞാനതിലാനന്ദിച്ചൻ, സ്നേഹം പകർന്നു കൊണ്ടു പറഞ്ഞു. ദൈവമേ, മെനഞ്ഞെടുത്തു നിന്നെ ഞാനതിൽ ആനന്ദിച്ചിൻ, സ്നേഹം പകർന്നുകൊണ്ടു പറഞ്ഞു.
പാടുവാ. ആഹാ നീ എന്നുടെ പ്രിയ സൂനു. ആനന്ദത്തോടെ വരികളോട് ചേർന്ന് ആഹാ നീ എന്നുടെ തനിരൂപം. ആഹാ നീ എന്നുടെ പ്രിയസൂനു. ദൈവത്തിന്റെ മക്കളാണ് നമ്മള്. എനിക്കു വേണം നിന്നെ, നീ രോഗിയാണെന്നാലും എനിക്കു വേണം നിന്നെ, നീ സ്നേഹിക്കുന്ന പാപിയാണെന്നാലും ദൈവമേ, ലോകം നിന്നെ വെറുത്താലും ക്ലേശം നിന്നെ മതിച്ചാലും എനിക്കു വേണം നിന്നെ, എനിക്കു വേണം ദൈവമേ നിന്നെ, കർത്താവേ, എനിക്കു വേണം നിന്നെ, നീ രോഗിയാണെന്നാലും എനിക്കു വേണം നിന്നെ, നീ സ്നേഹിക്കുന്ന പാപിയാണെന്നാലും ദൈവത്തിലൊന്ന് ലോകം ആനന്ദിച്ച് നിന്നെ വെറുത്താലും ആനന്ദിച്ച് ദൈവത്തെ ക്ലേശം സ്തുതിച്ച് നിന്നെ മതിച്ചാലും സ്വയം എനിക്കു പിതാവേ, വേണം നിന്നെ, പരിശുദ്ധാത്മാവേ, എനിക്കു നന്ദി വേണം പറയുന്നു. നിന്നെ. എന്നെ തെരഞ്ഞെടുത്ത ദൈവമേ, എനിക്ക് രൂപം നൽകിയ ദൈവമേ, എന്നെ മെഞ്ഞെടുത്ത ദൈവമേ, എന്നെ സ്വന്തം ഛായയെ സൃഷ്ടിച്ച ദൈവമേ, നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, ഈശോയെ, പരമപിതാവേ, പരിശുദ്ധാത്മാവേ, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ഗാനത്തിന്റെ വരികൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ കർത്താവ് സൃഷ്ടിച്ച മനുഷ്യരിൽ പ്രത്യേകമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ടാണല്ലോ ഈ ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കാനും ഈ ദൈവത്തിന്റെ പദ്ധതി മനസ്സിലാക്കാനും അവിടുത്തെ സ്തുതിച്ച് ആരാധിക്കാനായിട്ട് നമ്മളിപ്പോൾ അവിടുത്തെ സന്നിധിയിലായിരിക്കുക. ഒരേ കൂട്ടായ്മയെ ദൈവത്തെ മഹത്വപ്പെടുത്തുക. അപ്പൊ അങ്ങനെയെങ്കിൽ ഈ ഗാനത്തിന്റെ വരികോട് ചേർന്ന് നമ്മൾ വീണ്ടും പാടി സ്തുതിക്കുകയാണ്. നമ്മൾ തന്നെ നമ്മിലേക്ക് ദൈവം നൽകിയ പരിശുദ്ധാത്മ നൽകിയ തെരഞ്ഞെടുപ്പിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ദൈവത്തിന്റെ പ്രിയപ്പെട്ട മകനും മകളും തെരഞ്ഞെടുക്കപ്പെട്ട ഗണവുമാണ് നമ്മൾ ഗാനത്തോട് ചേർന്ന് പാടി. തിരഞ്ഞെടുത്തു നിന്നെ, എൻ സ്നേഹം നിന്നിലൊഴുക്കാം, എന്റെ വിശുദ്ധരെല്ലാം ഒന്നായി. 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 ആഹാ സ്നേഹിച്ചേവം ചൊല്ലി, ആഹാ നീ ഞങ്ങൾ സന്തോഷത്തോടെ പാടി. ആഹാ സ്നേഹിച്ചേവം ചൊല്ലി, ആഹാ നീ ഞങ്ങൾക്കതിമോദം. ദൈവമേ, എനിക്കു വേണം നിന്നെ, നീ രോഗിയാണെന്നാലും സ്നേഹിക്കുന്ന എനിക്കു കർത്താവേ, വേണം നിന്നെ, നീ തേടി പാപിയാണെന്നാലും വന്ന കർത്താവേ, ലോകം നിന്നെ വെറുത്താലും ക്ലേശം നിന്നെ മതിച്ചാലും ദൈവമേ, എനിക്കു വേണം നിന്നെ, എനിക്കു വേണം നിന്നെ, എനിക്കു വേണം നിന്നെ, നീ രോഗിയാണെന്നാലും എനിക്കു വേണം നിന്നെ, നീ പാപിയാണെന്നാലും അതൊന്ന് ലോകം നിന്നെ സ്വന്തമായി വെറുത്താലും ക്ലേശം നിന്നെ മതിച്ചാലും ആനന്ദത്തോടെ കർത്താവിനെ ആരാധിച്ചു. എനിക്കു വേണം നിന്നെ, എനിക്കു വേണം നിന്നെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, നന്ദി, സ്തുതിക്കുന്ന കർത്താവേ, നന്ദി പറയുന്ന കർത്താവേ, സ്നേഹിക്കുന്ന ദൈവമേ, അവിടുത്തെ വലിയ സ്നേഹത്തെയോർത്ത്, കരുണയോർത്ത്, പദ്ധതിയോർത്ത്, തെരഞ്ഞെടുപ്പിനെയോർത്ത് ഈശോയെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. യേശുവേ, 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 ഈശോയെ, ഈശോയെ, യേശുവേ, യേശുവേ, ഈശോയെ, പരിശുദ്ധനായ ആരാധന യേശുവേ, ശക്തിപ്പെടുന്ന കർത്താവേ, യേശുവേ, നന്ദി പറയുന്നു, യേശുവേ, സ്തുതിക്കുന്നു, യേശുവേ, നന്ദി. ആരാധിക്കുന്നു. വെളിപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായം
അതിന്റെ 18 മുതൽ വാക്യങ്ങൾ. ദൈവത്തിന്റെ വചനം പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ട നമ്മെ ഓരോരുത്തരെയും ഉപദേശിക്കാൻ. എന്താ വചനം പറയുക? ഞാൻ നിന്നെ ഉപദേശിക്കുന്നു, നീ ധനികനാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എന്നോട് വാങ്ങുക, നിന്റെ നഗ്നത മറ്റുള്ളവർ കണ്ട് നീ ലജ്ജിക്കാതിരിക്കുവാൻ ശുഭ്രവസ്ത്രങ്ങൾ എന്നോട് വാങ്ങുക, കാഴ്ച ലഭിക്കുന്നതിന് കണ്ണെഴുതാനുള്ള അഞ്ജനവും എന്നോട് വാങ്ങുക. ഇതാ ദൈവത്തിന്റെ വചനം പറയുവാണ്. ദൈവത്തിന്റെ മക്കളും തെരഞ്ഞെടുക്കപ്പെട്ട ജനവുമായ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ഐശ്വര്യം ഉണ്ടാകാൻ, ആനന്ദമുണ്ടാകാൻ, സന്തോഷമുണ്ടാകാൻ, നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഉയർച്ച ഉണ്ടാകാൻ, അഭിമാനം ഉണ്ടാകാൻ എന്ത് ചെയ്യണം? വചനം പറയുവാണ്, ഈ നമ്മൾ ഓരോരുത്തരും ദൈവമായ കർത്താവിന്റെ കരങ്ങളിൽ നിന്ന് അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം അല്ലെങ്കിൽ ധനം, വിലപ്പെട്ടത് വാങ്ങിയെടുക്കണം. അതെന്താണ്? പരിശുദ്ധാത്മാവാണ്. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർണത്തെക്കാൾ വിലയുള്ളത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ നന്മകൾക്കും നമ്മെ പ്രാപ്തരാക്കുന്ന പരിശുദ്ധാത്മാവിനെ നാം കർത്താവിൽ നിന്ന് ചോദിച്ചു വാങ്ങിയെടുക്കണമെന്ന് വചനം പറയുക. അപ്പോഴാണ് നമ്മൾ ധനികരായിട്ട് മാറുക, അപ്പോഴാണ് നാം എല്ലാം ഉള്ളവരായിട്ട് മാറുക, അപ്പോഴാണ് നമ്മൾ സന്തോഷമുള്ളവരായിട്ട് മാറുക. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ മനസ്സ് പറയാം, നിന്റെ നഗ്നത മറ്റുള്ളവർ കണ്ട് നീ ലജ്ജിക്കാതിരിക്കുവാൻ ശുഭ്രവസ്ത്രം എന്നോട് വാങ്ങുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിലുള്ള കുറവുകൾ, നമ്മുടെ ഉള്ളിലുള്ള പല രീതിയിലുള്ള മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടാവുന്ന, അവഹേളിതരാക്കപ്പെടാവുന്ന ദുശീലങ്ങൾ, അതൊക്കെ മാറിപ്പോകണമെങ്കിൽ ഇതാ ദൈവത്തിന്റെ വചനം പറയുവാണ്, കർത്താവ് നൽകുന്ന ശുഭ്രവസ്ത്രം, വെണ്മയേറിയ വസ്ത്രം, പുതിയ മനുഷ്യനാക്കുന്ന ആ പുതു ചൈതന്യം നാം ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. നമുക്ക് കാഴ്ച ലഭിക്കാനായി കണ്ണിലെഴുതാനുള്ള അഞ്ജനം, മരുന്ന്, അത് ദൈവകരങ്ങളിൽ നിന്ന് വാങ്ങാൻ ദൈവത്തിന്റെ വചനം പറയുക. അറിയാം, നമുക്ക് നമ്മുടെ ജ്ഞാനത്തിന്, നമ്മുടെ ബുദ്ധിക്ക്, നമ്മുടെ കണ്ണിന് കാഴ്ച, ശരിയായ കാഴ്ച നൽകുന്നത് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവൻ ധനത്തെ, പരിശുദ്ധാത്മാവ് ലഭിക്കുന്ന പുതുജീവനെ, പരിശുദ്ധാത്മാവ് ലഭിക്കുന്ന ജ്ഞാനത്തെ സ്വന്തമാക്കാൻ ദൈവത്തിന്റെ വചനം നമ്മോട് പറയാ. എന്താ കാരണം? കാരണം നമ്മെ തേടി വന്ന, നമ്മെ തെരഞ്ഞെടുത്ത, നമ്മെ മക്കളെ പോലെ സ്നേഹിച്ച ഒരു ദൈവം ആഗ്രഹിക്കുന്നു ഇന്ന് ഈ ലോകത്തില് നമ്മൾ പ്രകാശമായിട്ട് മാറണം, സന്തോഷമായിട്ട് മാറണം, മറ്റുള്ളവർക്കൂടെ പ്രകാശം കൊടുക്കുന്നവരായിട്ട് മാറണം, മറ്റുള്ളവർക്കൂടെ സന്തോഷം കൊടുക്കുന്നവരായിട്ട് മാറണം. കാരണം നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഐശ്വര്യത്തിലേക്ക്, ഈ ഒരു ദൈവത്തിന്റെ മകനും മകളെന്ന വലിയ സ്ഥാനത്ത് യോജിച്ച ജീവിതത്തിലേക്ക് വളരാൻ വേണ്ടി ദൈവം പറയുക, പരിശുദ്ധാത്മാവിനെ, പരിശുദ്ധാത്മാവ് ലഭിക്കുന്ന ഈ വലിയ ദാനങ്ങളെ നാം ചോദിച്ച് വാങ്ങിച്ചെടുക്കണം. അതായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഗാനത്തിന്റെ വരികള് ഈശോ പറയാണ്, അണഞ്ഞിടൂ എൻ മകനെ, എന്നിൽ ആനന്ദിച്ച് ഉല്ലസിക്കും. ദൈവത്തിനടുത്തേക്ക് വരാൻ, ദൈവത്തിനടുത്തിരുന്ന് ഈ കൃപകളെ സ്വീകരിക്കാൻ ദൈവം നമ്മെ വിളിക്കുക. ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. അണഞ്ഞിടു എൻ മകനെ, എന്നിൽ ആനന്ദിച്ചുല്ലസിക്കൂ, മനസ്സില്ലാണ്ട് വിഷാദം മാറാ തരും നിതാ മമ സ്നേഹം. കർത്താവ് വിളിക്കുക. ദൈവത്തിനടുത്തേക്ക് വരാൻ, അണഞ്ഞിടു എൻ മകനെ, എന്നിൽ ആനന്ദിച്ചുല്ലസിക്കൂ, മനസ്സില്ലാണ്ട് വിഷാദം മാറാ തരും നിതാ മമ സ്നേഹം കൊണ്ട് നിറയ്ക്കാന്ന് പറഞ്ഞ് യേശു വിളിക്കുക. കർത്താവ് വിളിക്കുക. പരിശുദ്ധാത്മാവിലൂടെ സ്വർഗം നൽകുന്ന കൃപകൾ നമുക്ക് സ്വീകരിക്കാം.
ആഹാ പകർന്നിടു പുതു സ്നേഹം. എനിക്കു വേണം നിന്നെ, നീ രോഗിയാണെന്നാലും. എനിക്കു വേണം നിന്നെ, നീ പാപിയാണെന്നാലും. തേടി വന്ന കർത്താവേ, വെറുത്താലും സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. മതിച്ചാലും എനിക്കു വേണം നിന്നെ, എനിക്കു അവന്റെ സ്നേഹത്തിൽ ആനന്ദിച്ച് ആവർത്തിച്ചു പാടി. വേണം നിന്നെ, ദൈവം പറയാ, രോഗിയാണെന്നാലും. ഓരോരുത്തരെയും സ്വന്തമായി സ്നേഹിക്കുന്ന കർത്താവ് പറയാ, നീ പാപിയാണെന്നാലും. നമ്മെ കൊണ്ട് ആവശ്യമുണ്ട്. നിന്നെ വെറുത്താലും ക്ലേശം നിന്നെ മതിച്ചാലും എനിക്കു വേണം നിന്നെ, എനിക്കു. ഞാൻ എന്റെ ദൈവത്തിന് പ്രിയപ്പെട്ടവനാ, പ്രിയപ്പെട്ടവളാ. ഈ വിശ്വാസത്തോടെ രോഗിയാണെന്നാലും ഈശോടാ വിളിക്ക്. ആദോർത്തേ നീ പാപിയാണെന്നാലും. ലോകം നിന്നെ വെറുത്താലും ക്ലേശം നിന്നെ മതിച്ചാലും എനിക്കു വേണം നിന്നെ, എനിക്കു വേണം നിന്നെ. അവനെ സ്തുതിച്ചേ, സ്തുതിച്ചേ, സ്തുതിച്ചേ. അദ്ദേഹത്തിൽ ആനന്ദിച്ചേ, അദ്ദേഹത്തിന് നന്ദി പറഞ്ഞേ. ഈശോ എന്നെ തെരഞ്ഞെടുത്തനോ നന്ദി എന്ന് പറയുന്നു പറഞ്ഞേ. ഈശോയിലേക്ക് പരിശുദ്ധാത്മാവിനെ വസിക്കോ നന്ദി പറയുന്നു പറഞ്ഞേ. ഈശോയെ സ്തുതിച്ച് സ്തുതിച്ച് പരിശുദ്ധാത്മാവിന്റെ വലിയ വരങ്ങൾ സ്വീകരിച്ചേ. ഈശോയെ, 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 ഈശോയെ സ്തുതിക്കുന്ന കർത്താവേ, നന്ദി പറയുന്ന കർത്താവേ, ആരാധിക്കുന്ന കർത്താവേ, വലിയ കൃപകളെയോർത്ത് നന്ദി പറഞ്ഞു ഈശോയെ, 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 ഈശോയെ വിളിക്കുന്ന കർത്താവേ, ഈശോയെ, ഈശോയെ ഓരോരുത്തരും തെരഞ്ഞെടുത്ത കർത്താവേ, ദൈവപുത്ര സ്ഥാനം ഞങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവേ, നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ ധനം, വലിയ അഭിവൃദ്ധി, വലിയ സ്നേഹം ഹൃദയത്തിലേക്ക് ചൊരിയുന്ന ദൈവമേ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. നിന്റെ അടുത്തിരുന്ന്, നിന്നോട് ഒട്ടിയിരുന്ന് ഈ ദൈവസ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിൽ ആവോളം സ്വീകരിക്കാൻ ഞങ്ങളെ സഹായിക്കണേ. ശക്തിപ്പെട്ടണേ. സ്വയം 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 ഈശോ നിന്നെ വിളിക്കുക, എനിക്ക് വേണം നിന്നെ. എനിക്കു വേണം നിന്നെ, നീ രോഗിയാണെന്നാലും. എനിക്കു വേണം നിന്നെ, നീ പാപിയാണെന്നാലും. ഈശോ നമ്മെ സമർത്ഥമായിട്ട്